ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ. ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് വിമർശനം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ഓർഗനൈസറുടെ വിമർശനം? ഉന്മേഷ്, ഷാർജ എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഗൾഫ് മാധ്യമം നടത്തിയ ഒരു പരിപാടിയിൽ മോഹൻലാലിനെ ആദരിച്ചിരുന്നു. ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഓർഗനൈസർ ഇപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിരിക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കവേ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുകയാണ്. അത് ശരിയല്ല എന്നതാണ് ഓർഗനൈസറിലെ ഈ ലേഖനത്തിൽ കാണിക്കുന്നത്. കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് കൂടി ഒരിക്കൽ കൂടി പരാമർശിക്കുന്നു. എമ്പുരാൻ സിനിമ അത് തീവ്രവാദത്തെ സഹായിക്കുന്ന തരത്തിൽ, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. രണ്ടാമത്തേത്, ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിലിരിക്കെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായില്ല എന്ന തരത്തിലാണ് ഈ വിമർശനം പോകുന്നത്. മോഹൻലാലിന്റെ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണം എന്നതുകൂടി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലിനെതിരെ വിമർശനവുമായി ഇപ്പോൾ RSS മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന വിമർശനമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.